അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയും. തൗഹീദി പ്രബോധനത്തിൻ്റെ മുൻപിൽ തടസ്സങ്ങളായി രണ്ട് മനോഭാവങ്ങൾ ഇന്ന് സമൂഹത്തിൽ ഉയർന്നു വരുന്നുണ്ട്. അതിലൊന്ന് സമുദായത്തിന് പുറത്തു നിന്നുള്ളതാണ്, മറ്റൊന്ന് സമുദായത്തിന്റെ അകത്ത് നിന്ന് രൂപപ്പെടുന്ന ഒരു മനോഭാവമാണ്. അതിലൊന്നാമത്തെ കാര്യം സമൂഹത്തിന്റെ പുറത്തു നിന്ന് രൂപപ്പെട്ടു വരുന്നു എന്ന് പറയുന്നത് ഏകദൈവത്തോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്നതും അത് മാത്രമാണ് മനുഷ്യന്റെ മോക്ഷത്തിനുള്ള ഏറ്റവും ശരിയായ മാർഗമെന്നതും സമൂഹത്തിൽ വിഘടനവാദമുണ്ടാക്കുന്ന, ഭീതിയുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഭീകരതയുണ്ടാക്കുന്ന അതിന്റെ വിത്താകുന്നു എന്നാണ് ഇന്ന് പൊതുവെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് എന്റേത് മാത്രമാണ് ശരി എന്ന് ഒരാൾ വിശ്വസിക്കുന്നതാണത്രേ ഇന്ന് സമൂഹത്തിലുണ്ടാകുന്ന എല്ലാ തീവ്രവാദങ്ങൾക്കുമുള്ള വേര് എന്നാണ് പുതിയ കണ്ടെത്തൽ. അപ്പൊ പിന്നെ എങ്ങനെ പറയണം? ഇനി മുതൽ എല്ലാവരുടേതും ശരിയാണ് എന്ന് അംഗീകരിച്ചു കൊണ്ടുപോകണം എന്നതാണ് പൊതുവെ പറഞ്ഞ് സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മുടെ ഭരണഘടനയും നമ്മുടെ നിയമങ്ങളും എല്ലാം എടുത്ത് പരിശോധിച്ചാലും ഈ ഒരു ആശയം അതിന് എതിരാണ്. ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസങ്ങൾ അതനുസരിച്ച് സ്വീകരിക്കാനും അതാണ് സത്യം എന്ന്, അത് മാത്രമേ സത്യമുള്ളൂ എന്ന് ഉറപ്പിക്കാനും എല്ലാം അവകാശം നൽകുന്ന ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത്. പിന്നെ എപ്പോഴാണ് ഭീകരത ഉണ്ടാകുന്നത്, വിഘടനം ഉണ്ടാകുന്നത്, തീവ്രത ഉണ്ടാകുന്നത്? എന്റെ ശരി മറ്റുള്ളവർ കൂടി നിർബന്ധപൂർവം അംഗീകരിക്കണം എന്ന് പറയുമ്പോഴാണ് അവിടെ പ്രശ്നം വരുന്നത്. അങ്ങനെ ഇസ്ലാം ഒരിക്കലും ആവശ്യപ്പെടുന്നുമില്ല. കാരണം ഇസ്ലാമിന്റെ പൊതു തത്വം തന്നെ ലാ ഇക്റാഹ ഫിദ്ദീൻ എന്നാണ്. മതത്തിന്റെ കാര്യത്തിൽ ഒരു ബലാത്കാരവും ഇല്ല, ഒരാളെയും അതിൽ നിർബന്ധം ചെലുത്തുന്ന കാര്യം ഇല്ല. എത്തിച്ചു കൊടുക്കുക എന്നത് മാത്രമേ പ്രവാചകന്മാർക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന ബാധ്യതയുള്ളൂ. അത് തന്നെയാണ് പ്രബോധകന്മാരായ നമുക്കും ബാധ്യതയുള്ളൂ. ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ, നിശ്ചയമായും നീ ഒരു ഉത്ബോധകൻ മാത്രമാണ്. ലസ്ത അലൈഹിം ബിമുസൈത്തിർ, ഒരാളിലും അധികാരം ചെലുത്തേണ്ടവനല്ല എന്നാണ് വിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിമുഖീകരിച്ചുകൊണ്ട് പറയുന്നത്. അതോടൊപ്പം തന്നെ ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതമനുസരിച്ച് ജീവിക്കാം, എനിക്ക് എന്റെ മതമനുസരിച്ച് ജീവിക്കാം. ഇതാണ് ഇസ്ലാമിന്റെ ഒരു പൊതു തത്വം. അഥവാ മറ്റു മതങ്ങളും ആശയങ്ങളും വെച്ചു പുലർത്തുന്ന ആളുകൾക്ക് അതനുസരിച്ച് പോകാം. എന്നാൽ എനിക്ക് എന്റെ മതമാണ് ശരി എന്ന് മറ്റുള്ളവരോട് പറയാം. പക്ഷെ നിർബന്ധിക്കാനും നിർബന്ധിച്ച് അതിൽ ചെയ്യണമെന്ന് പറയാനും പാടില്ല എന്നേ ഉള്ളൂ. പക്ഷെ ഇത് ഇന്ന് മുസ്ലിം സമുദായത്തിലെ ആളുകൾ പോലും മനസ്സിലാക്കാതെ എന്തിനാണ് നമ്മുടേത് മാത്രമാണ് ശരി എന്ന് നമ്മൾ പറയുന്നത്, അതല്ലേ ഇവിടെ പ്രശ്നത്തിന് കാരണം എന്ന് ഇത് കേട്ട് 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 ഈ ഇസ്ലാമിന്റെ അഖീദ അറിയാത്ത ആളുകൾ അതിനോടൊപ്പം ചേർന്നു പോകുന്ന ഒരു സാഹചര്യവും ഇന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഏത് വിശ്വാസം സ്വീകരിച്ചാലും രക്ഷപ്പെടും എന്നതല്ല ഇസ്ലാമികമായ ആദർശം എന്ന് പറയുന്നത്. ഇസ്ലാമിന്റെ ആദർശം ഇസ്ലാം മാത്രമേ മോക്ഷത്തിന്റെ വഴിയുള്ളൂ എന്നതാണ്. അത് നമ്മളാരെങ്കിലും തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു ദർശനമല്ല. അത് ഈ പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവിന്റെ ദർശനമാണ് മതം. ആ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത് വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീന ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ഇസ്ലാം അല്ലാത്തതിനെ ആരെങ്കിലും മതമായി സ്വീകരിച്ചാൽ അത് അള്ളാഹു അവനിൽ നിന്ന് ഒരിക്കലും സ്വീകരിക്കുകയില്ല. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, അവർ നാളെ പരലോകത്ത് നഷ്ടക്കാരുടെ കൂട്ടത്തിലായിരിക്കും ഉണ്ടാവുക എന്നാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. ഒരു കാര്യം നമ്മൾ വിശ്വാസികൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു അടിസ്ഥാന പാഠമാണെന്ത്? നമ്മളെ തൗഹീദ്, ഏകദൈവ വിശ്വാസം, അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നത് തന്നെയാണ് ശരി. അതാണ് ഇതിന്റെ യഥാർത്ഥത്തിലുള്ള ശരി. ആ ശരി മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കാം, പക്ഷെ നമ്മൾ ആരെയും നിർബന്ധിക്കാൻ പോകുന്നില്ല എന്ന് മാത്രം. അതല്ലാതെ മറ്റേത് മാനേജ് ചെയ്യാൻ വേണ്ടി എല്ലാതും ശരിയാണ് എന്ന് പറയുന്നത് ഒരു വിശ്വാസികൾക്ക് യോജിച്ചതല്ല. ഇതാദ്യം നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്, നമ്മുടെ സമുദായത്തിനുള്ളിൽ നിന്ന് തന്നെ തൗഹീദി പ്രബോധനത്തിന് നേരെ വരുന്ന ഒരു ആശയം എന്താണെന്ന് ചോദിച്ചാൽ, തൗഹീദ് പറഞ്ഞാൽ
അത് സമൂഹത്തിൽ ഛിദ്രതയുണ്ടാക്കും, കുഴപ്പമുണ്ടാക്കും എന്ന ഒരു തോന്നൽ, ആ നിലക്കുള്ള ചില ആശയങ്ങൾ ഇന്ന് വൻതോതിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഉള്ളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ മദ്യത്തെക്കുറിച്ച് പറഞ്ഞുകൊള്ളൂ, വ്യഭിചരിക്കണ്ട എന്ന് പറഞ്ഞുകൊള്ളൂ, പലിശയെക്കുറിച്ച് അതിന്റെ അപകടത്തെക്കുറിച്ച് പറഞ്ഞോളൂ, സാമൂഹ്യ തിന്മകളെ കുറിച്ച് സംസാരിച്ചോളൂ. പക്ഷേ അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. അല്ലാത്തവരുടെ ആരോട് പ്രാർത്ഥിക്കാൻ പാടില്ല. അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കാൻ പാടില്ല. മുഹിയുദ്ദീൻ ശേഖയെ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ എന്നിങ്ങനെ വിളിക്കാൻ പാടില്ല എന്നു പറയുമ്പോൾ അത് പ്രശ്നമാണ്. ഞങ്ങളെ കുടുംബങ്ങൾ തമ്മിൽ തെറ്റാൻ കാരണമാവും. ഞങ്ങളൊക്കെ ഇപ്പോൾ ഒരു കുടുംബത്തിൽ, ഒരു തറവാട്ടിൽ ഒന്നിച്ച് ജീവിക്കുന്നവരാണ്. അതിൽ നേർച്ച നടത്തുന്നവരുണ്ട്, മൗലൂദ് ചെല്ലുന്നവരുണ്ട്, അല്ലാത്തവരുണ്ട്. അപ്പൊ ഇതൊക്കെ പറഞ്ഞാൽ ആ കുടുംബത്തിലാകെ പ്രയാസമാവും. അതേപോലെ തന്നെ ഞാനിപ്പോ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാണ്, അവിടെ പല രീതിയിലുള്ള വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ഇതൊക്കെ പറഞ്ഞാൽ അവിടെ സൗഹൃദത്തിന് ഉടച്ചിൽ സംഭവിക്കും. അല്ലെങ്കിൽ ഞാനൊരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കുന്നയാളാണ്, ആ രാഷ്ട്രീയ പാർട്ടിയിൽ ഇതുപോലെ ഒരുപാട് വിശ്വാസക്കാരും ആളുകളുണ്ട്. അപ്പൊ ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ അതൊരു പ്രയാസത്തിന് കാരണമാകും, അത് ഐക്യം തകരാൻ കാരണമാകും. അതുപോലെ തന്നെ ഞങ്ങളെ മഹല്ല് എത്രയോ വർഷങ്ങളായി പഴക്കമുള്ള ഒരു മഹല്ലാണ്, അവിടെ എല്ലാവരും ഇപ്പൊ യോജിച്ചൊന്നിച്ചു പോവുകയാണ്. അപ്പൊ ഞങ്ങളായിട്ട് ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ മഹല്ലിൽ അതൊരു ഭിന്നിപ്പിന് കാരണമാകും, ഒരു കുഴപ്പത്തിന് കാരണമാകും എന്നൊക്കെ പറഞ്ഞ് ഇത് മാത്രം പറയാൻ പാടില്ല എന്നുള്ളിടത്തേക്ക് സാമാന്യവൽക്കരിച്ച് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം. ഇപ്പൊ ഒരു പുതിയ ഒരു ഭൂമിക രൂപപ്പെട്ടിരിക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഒരു പതിറ്റാണ്ട് പൂർത്തിയാകാൻ പോവുകയാണ് നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന വർഗീയ ശക്തികൾക്ക്. നമ്മുടെ ഇന്ത്യ രാജ്യം ഒരു വർഗീയ ശക്തികളുടെ കരാളഹസ്തങ്ങളിലാണ് പെട്ടിരിക്കുന്നത്. സ്വാഭാവികമായും അങ്ങനെ ഒരു ഫാസിസത്തിന്റെ ഭീഷണി ഉണ്ടാകുമ്പോൾ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട അതിന്റെ ഏറ്റവും പരമോന്നതമായ പാർലമെന്റിൽ നിന്ന് പോലും പ്രതിപക്ഷത്തെ കൂട്ടത്തോടുകൂടി 140 ശിലാനം എംപിമാരെ പുറത്തു നിർത്തിക്കൊണ്ട് രാജ്യത്തിന്റെ ദിശ നിർണ്ണയിക്കുന്ന ബില്ലുകൾ ചുട്ടെടുക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടാകുമ്പോൾ ഇവിടെ മുസ്ലിം സമുദായത്തിലെ ആളുകൾ തമ്മിൽ അങ്ങോട്ടും ശിർക്കും തൗഹീദും അതുപോലെയുള്ള കാര്യങ്ങളും തർക്കങ്ങളും പറഞ്ഞ് കൂടല്ല വേണ്ടത്. ഇപ്പോൾ ഈ ഫാസിസത്തിനെതിരെ അണിനിരക്കുകയാണ് വേണ്ടത്, എല്ലാം മറന്നുകൊണ്ട് എന്നുള്ള ഒരു വിശാലമായ ക്യാൻവാസിലും ഈ കാര്യം പറഞ്ഞുകൊണ്ട് അവിടെയും എത്തിച്ചേരുന്നത് എന്താണ്, ഈ തൗഹീദിന്റെ കാര്യം തൽക്കാലം പറയണ്ട എന്ന രൂപത്തിലേക്ക്, അത് പറഞ്ഞാൽ നിങ്ങൾ കുഴപ്പക്കാരാണ്, പ്രശ്നക്കാരാണ് എന്ന രീതിയിലുള്ള ഒരു നരേറ്റീവ് കൊണ്ടുവരുവാനുള്ള ശ്രമം നേരത്തെയുണ്ട്. ഇപ്പോൾ അത് കൂടുതൽ ശക്തിപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് രണ്ടും രണ്ടാണ്. അതായത് ഇവിടെയുള്ള മതനിരപേക്ഷമായ ഒരു സമൂഹം നിർമ്മിതി എന്നത് മുസ്ലിമീങ്ങളുടെ മാത്രം ബാധ്യതയല്ല. അത് ഇവിടെയുള്ള മുസ്ലിമേതര വിഭാഗത്തിന്റെ കൂടി ആവശ്യത്തിൽപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ മതേതരമായ ഒരു മുന്നേറ്റം ശക്തിപ്പെടുകയും വർഗീയ ശക്തികൾ ചെറുത്തു നിൽക്കുകയും ഒന്നിച്ചു നിൽക്കുകയും ചെയ്യുക എന്നത്. ആ ഒന്നിച്ചു നിൽപ്പിന് നമ്മൾ ഒരിക്കലും അവരവരുടെ ആശയങ്ങൾ, മതപരമായ ആശയങ്ങൾ പരിഗണിക്കേണ്ടുന്ന യാതൊരു കാര്യമില്ല. എപ്പോഴാണ് ഇവിടെ വിഭാഗീയത വരിക? ഇവിടെയുള്ള എല്ലാ മുസ്ലിം സംഘടനകളും പ്രത്യേകം രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയും ഒരു ഇലക്ഷൻ വരുമ്പോൾ എല്ലാവരും പ്രത്യേകം സ്ഥാനാർത്ഥികളെ നിർത്തുകയും എന്നിട്ട് അവരൊക്കെ അവർക്ക് വോട്ട് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ഇവിടെ ഈ വോട്ട് ബാങ്കിൽ ഭിന്നിപ്പ് വരുന്നത്, വിള്ളലുകൾ വരുന്നത്. അപ്പോഴാണ് അത് മതേതര ചേരിയിൽ വിഭാഗീയത ഉണ്ടാക്കുന്നത്. എന്നാൽ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മളാരും അങ്ങനെ പ്രത്യേകം സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കാറില്ല. അത് ഇവിടെയുള്ള പൊതു മതനിരപേക്ഷ പാർട്ടികളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ശൈലിയാണ് നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും തന്നെ ഇങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചതുകൊണ്ട് അത് വോട്ടിൽ ഭിന്നിപ്പുണ്ടാക്കുകയില്ല. ഇവിടെ വ്യത്യസ്തമായ മതപരമായ വീക്ഷണങ്ങൾ പുലർത്തുന്ന ആളുകൾ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ ഒരേ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു പോകാൻ ഒരു തടസ്സവും നമ്മുടെ രാജ്യത്തില്ല. അപ്പൊ ആ പേര് പറഞ്ഞുകൊണ്ട് മതപ്രബോധനത്തെയും ഇസ്ലാമിന്റെ ഏറ്റവും അടിത്തറയായ ഊന്നലായ അതിന്റെ തൗഹീദി പ്രബോധനത്തെയും മയക്കിക്കിടക്കുക, അതിന് മയക്കുവടി വെക്കുക എന്നത് ഒരു കാരണവശാലും ശരിയായ സമീപനമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം എന്താന്ന് ചോദിച്ചാൽ, എത്ര പ്രയാസമുണ്ടെങ്കിലും ആ സമയത്തും അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവുണ്ടവൻ ഏകനാണ് എന്ന സത്യം പറഞ്ഞുകൊണ്ടേയിരിക്കണം. കാരണം ഇത് മാത്രം പറയാതെ മറ്റെന്ത് പറഞ്ഞിട്ടും ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ കാര്യമില്ല. കാരണം തൗഹീദ് ഒരാളിൽ നിന്ന് മൂടി വെക്കുന്നുവെന്നത്, പറയാതിരിക്കുന്നുവെന്നത് ആ പ്രബോധകരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ആത്മവഞ്ചനയാണ്. കാരണം അയാൾ നിസ്കരിക്കുന്നുണ്ടാവും, നോമ്പ് കൊടുക്കുന്നുണ്ടാവും, സക്കാത്ത് കൊടുക്കുന്നുണ്ടാവും, ഹജ്ജ് ചെയ്യുന്നുണ്ടാവും, മറ്റെല്ലാ സാമൂഹ്യ തിന്മകളിൽ നിന്നും അയാൾ മാറി നിൽക്കുന്നുണ്ടാവും.
പക്ഷേ അയാൾ അള്ളാഹു അല്ലാത്തവർ പ്രാർത്ഥിക്കുന്നുണ്ടാവും, ജാറത്തിൽ പോകുന്നുണ്ടാവും, അവിടെ പോയി സുജൂദ് ചെയ്യുന്നുണ്ടാവും, ഏലസ് കിട്ടുന്നുണ്ടാവും, ഐക്കല്ല് കിട്ടുന്നുണ്ടാവും, അള്ളാന്റെ പേരിലല്ലാതെ അറുത്ത ആ നേർച്ചയുടെ ചോറ് തിന്നുന്നുണ്ടാവും, കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടാവും. അതിന്റെ ഗൗരവം അയാൾക്ക് അറിയില്ല. അത് മാത്രം നമ്മൾ പറഞ്ഞു കൊടുക്കാതിരുന്നാൽ എന്താ സംഭവിക്കാന്നറിയോ? അയാളുടെ നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും ഒന്നും നമ്മൾ സ്വീകരിക്കില്ല. അപ്പൊ അത് നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ അയാൾ ഏറ്റവും വലിയ വഞ്ചനയിലാണ് അകപ്പെടുന്നത്. വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. നിശ്ചയമായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്ത അല്ലാഹു പറയാണ്, താങ്കളെങ്ങാനും ശിർക്ക് ചെയ്താൽ താങ്കളുടെ പ്രവർത്തനങ്ങൾ മുഴുവനും പൊളിഞ്ഞു പോകും. പ്രവാചകന്റെ അത്ര ഒരു മേന്മയുള്ള ആരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്? ആ പ്രവാചകനോട് വരെ താങ്കളിൽ എങ്ങാനും ശിർക്ക് വന്നാൽ താങ്കളുടെ പ്രവർത്തനമൊക്കെ പൊളിഞ്ഞു പോകും എന്ന് പറഞ്ഞാൽ നമ്മളെ അവസ്ഥ എന്താ നിങ്ങൾ ആലോചിച്ച് നോക്കി. അതുപോലെ തന്നെ സ്വർഗം കിട്ടൂല എന്നാണ്. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹു അന്നാർ വമാ ലിൽസാലിമീന മിൻ അൻസാർ. ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ അവന് സ്വർഗം നിഷിദ്ധമാണ്, അവന്റെ സങ്കേതം നരകമായിരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി പറയുന്നു. അപ്പൊ ഈ വിശ്വാസം മാറ്റി നിർത്തി വേറെ ഏത് നന്മ ഉണ്ടായിട്ടും കാര്യമില്ല. ആ നന്മകൾക്കൊക്കെ ഉപകാരം കിട്ടണമെങ്കിൽ, പ്രതിഫലം കിട്ടണമെങ്കിൽ ഒന്നാമത്തെ കാര്യം ശരിയാണ്. ഒന്നുകൂടെ ഒരു നാടൻ ഉദാഹരണം, ഒരു ലളിതമായ ഉദാഹരണം പറഞ്ഞാൽ വേഗം നമുക്ക് മനസ്സിലാക്കും. എന്താ ശിർക്ക് എന്ന് പറഞ്ഞത്? നന്ദികേടാണ്. എന്താ നന്ദികേടാകാനുള്ള കാരണം എന്നറിയാം? അള്ളയാണ് നമുക്ക് ഓക്സിജൻ തരുന്നത്, നമുക്ക് ജീവൻ നൽകിയത്. നമ്മളൊരു പ്രസവിച്ച് വീഴുമ്പോൾ ഇവിടെ ഈ ആകാശം, ഭൂമി, എല്ലാ ജീവജാലങ്ങളും മനുഷ്യന് വേണ്ട ഒക്കെ ഒരുക്കി വെച്ചത് പടച്ചോ. ആ പടച്ചോ പറയണത് വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യവർഗത്തെയും ജിന്ന് സമൂഹത്തെയും ഇവിടെ പടച്ചിരിക്കുന്നത് എനിക്ക് ഇബാദത്തെടുക്കാൻ വേണ്ടിയല്ലാതെ മറ്റൊന്നിനുമല്ല എന്ന് അള്ളാഹു അറിയിച്ചിട്ട് ആ കാര്യം മാത്രം നമ്മൾ ചെയ്യൂല. ആ ഇബാദത്ത് പടച്ചോന് മാത്രം കൊടുക്കുക എന്നുള്ളത് മാത്രം ചെയ്യാതിരുന്നാൽ അള്ളാഹ് സഹിക്കോ? അള്ളാഹ് പൊറുക്കോ? അതുകൊണ്ടാണ് ഇന്ന ശിർക ലദുൽമുൻ അദീം, നിശ്ചയമായും ശിർക്ക് എന്ന് പറയുന്നത് വലിയ അക്രമമാകുന്നു എന്ന് പറയാനുള്ള കാരണം അതാണ്. ഒരു വാപ്പ നിങ്ങൾ സങ്കല്പിച്ചു നോക്കൂ. ഒരു വാപ്പക്ക് ഒരു മകനുണ്ട്. മകൻ വിദേശത്ത് പോയി വലിയ സമ്പാദ്യം ഉണ്ടാക്കി തിരിച്ചു വന്ന് കോടീശ്വരനാണ്. ഒരു വാപ്പയോട് പറയാണ്, നിങ്ങൾക്ക് ഈ ഭൂമി ലോകത്ത് എന്തൊക്കെയാണോ ആവശ്യം അതെല്ലാം ഞാൻ നൽകാം, എല്ലാ സൗകര്യവും ചെയ്തുതരാം, പറയുന്നതൊക്കെ ഞാൻ ചെയ്തുതരാം. ഒരു കാര്യം മാത്രം നിങ്ങൾ എന്നോട് ആവശ്യപ്പെടരുത്. എന്താ ഒരു കാര്യം? നിങ്ങൾ എന്റെ വാപ്പയാണ് എന്ന കാര്യം മാത്രം ഞാൻ അംഗീകരിക്കില്ല. മകൻ പറയണം, നിങ്ങളാണ് എന്റെ വാപ്പ എന്നുള്ള കാര്യം ഞാൻ അംഗീകരിക്കില്ല, നിങ്ങളെ വാപ്പ എന്ന് വിളിക്കൂല. പക്ഷെ നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ ഞാൻ ചെയ്തു തരും. ഇതാണ് ഒരു മകൻ പറയുന്നതെങ്കിൽ അവന്റെ യഥാർത്ഥ വാപ്പയാണ് അയാളെങ്കിൽ ആ വാപ്പ സഹിക്കും. മരച്ചുവട്ടിൽ ജീവിച്ചാലും വേണ്ടില്ല, പച്ചവെള്ളം കുടിച്ച് ജീവിച്ചാലും വേണ്ടില്ല, അതിന്റെ ഒരു സൗകര്യം എനിക്ക് വേണ്ട അറിയുമ്പോൾ അഭിമാനമുള്ള വാപ്പയാണ് ഇറങ്ങു. അല്ലേ? ഇത്രയും നല്ല അള്ളാഹ് നമുക്ക് ജീവൻ, നമുക്ക് ജീവൻ തന്നത് പടച്ചവനാണ്. നമ്മൾ കിടന്നുറങ്ങുമ്പോൾ പോലും നമ്മുടെ ഹൃദയം മിടിപ്പിക്കുന്നത് അള്ളയാണ്. ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നിട്ട് എന്നെ പടച്ചോനായി അംഗീകരിക്കണം, എന്നെ മാത്രം ആരാധിക്കണം എന്ന് പറയുമ്പോൾ അതിനാവൂല. അത് മരിച്ചുപോയവരോടെ ഞാൻ പ്രാർത്ഥിക്കുള്ളൂ, അത് ബദരീങ്ങളോടെ പ്രാർത്ഥിക്കുള്ളൂ, അത് ഉഹുദീങ്ങളോടെ പ്രാർത്ഥിക്കുള്ളൂ, അത് കല്ലിനോടെ പ്രാർത്ഥിക്കുള്ളൂ, വേറുള്ളവരോടെ പ്രാർത്ഥിക്കുള്ളൂ. ഈ കാര്യത്തിൽ മാത്രം നമ്മൾ വഴങ്ങൂല എന്ന് പറഞ്ഞാൽ പിന്നെ അള്ളാഹ് പറയുന്ന എന്റെ നിസ്കാരവും വേണ്ട, നോൽമ്പും വേണ്ട, ഹജ്ജും വേണ്ട, ഒന്നും എനിക്ക് വേണ്ട. ഇതാണ് അതിന്റെ തത്വം. അപ്പൊ അതുകൊണ്ട് തൗഹീദ് ശിർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ അക്രമമാണ്, നന്ദികേടാണ്. അത് അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത മഹാപാപമാണ്. അതുകൊണ്ടാണ് അതിൽ ഒരു അഡ്ജസ്റ്റ്മെന്റും ഒരു കാരണവശാലും പാടില്ല എന്ന് പറയുന്ന കാരണം. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം താക്കീത് ചെയ്തൊരു വിഷയമാണെന്ത്? ഈ ശിർക്കിന്റെ കാര്യം. അതിൽ പിഴക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഗൗരവം വേണം. നിരന്തരം നിങ്ങൾ ആ ശിർക്കിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കും വേണമെന്ന്. വല്ലദീ നഫ്സി ബിയദിഹി ലശ്ശിർകു അഖ്ഫാ മിൻ ദബീബിൻ നംൽ. ഒരു കറുത്ത പാറയിലൂടെ ഒരു കറുത്ത ഉറുമ്പരിച്ചു വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്ത് ചെയ്യും? ശിർക്ക് അരിച്ചരിച്ചു വരും. നമ്മൾ അറിയാതെ അതിലകപ്പെടും. ഒരസുഖം ഉണ്ടായാൽ ആദ്യം ഹോസ്പിറ്റലിൽ പോകും, ചികിത്സിക്കും, മാസങ്ങളും വർഷങ്ങളും കഴിയുമ്പോൾ മാറണില്ല. അപ്പോഴാണ് ആരോ പറഞ്ഞത് ഇന്നൊരു തങ്ങളുണ്ട്, അവിടെ നിന്ന് പോയി നോക്കിയാൽ ശരിയാകും. അപ്പോഴാണ് അയാൾ അങ്ങോട്ട് പോണത്. എന്തെങ്കിലും ഒരു കുടുക്കിൽ മനുഷ്യനെ കുടുക്കിയിട്ട്
ഇതുപോലെയുള്ള ശിർക്കൻ പ്രവർത്തനങ്ങളിലേക്ക് മനുഷ്യന്മാരെ കൊണ്ടുപോകുന്ന സ്വഭാവം ആളുകൾ ഉണ്ടാകും. അതാണ് അറിയാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് വരും. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വഅന അഅലമു വഅസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. അല്ലാഹുവേ, എല്ലാ ശിർക്കിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു, ഞാൻ രക്ഷ ചോദിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ അറിഞ്ഞു ചെയ്യുന്നതും അറിയാതെ ചെയ്യുന്നതുമായ എല്ലാത്തിൽ നിന്നും ഞാൻ നിന്നോട് ഇസ്തിഗ്ഫാർ തേടുന്നു എന്ന് പറയണം, പ്രാർത്ഥിക്കണമെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. മാത്രമല്ല, പ്രവാചകന്മാർ തുടർച്ചയായി ഇവിടെ വരേണ്ടി വന്നതും എന്തിനാ? ജനങ്ങൾ തൗഹീദിൽ നിന്ന് പോയതാണ് പ്രശ്നം. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നു, ഒരുപാട് കാലം പ്രബോധനം ചെയ്തു, വീടുകളിൽ കയറി പറഞ്ഞു, ആളുകളുടെ പിന്നാലെ നടന്നു പറഞ്ഞു, എന്നിട്ടൊന്നും ആൾക്കാർ കേട്ടില്ല. ഒരു വിരലിലെണ്ണാവുന്ന ആൾക്കാരെ മാത്രമാണ് നൂഹ് നബി കിട്ടിയത്. അതിൽ 2 തത്വം കേട്ടോ. അങ്ങനെയൊക്കെ നൂഹ് നബി പറയുന്നുണ്ട്, എന്ത്, ഞാൻ അവരുടെ വീട്ടിൽ ഒരു വാതിലിലൂടെ കയറുമ്പോൾ മറ്റേ വാതിലിലൂടെ അവർ ഇറങ്ങിയിട്ട് പോകും. അവരോട് ഞാനിങ്ങനെ പറയാൻ ശ്രമിക്കുമ്പോൾ അവർ 2 വിരലും ചെവിയിലിട്ടുകാണ്ട് അടക്കും, ചെവി അടച്ചു പിടിക്കും, കേൾക്കാൻ നിൽക്കൂല. രാവ് ഞാൻ വിളിച്ചു, പകലിന് ഞാൻ വിളിച്ചു, അവർ ഓടിക്കൊണ്ടിരിക്കും. ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ട് നൂഹ് നബി ആ പണി നിർത്തിയിട്ടില്ല എന്നുള്ള. നമ്മളൊക്കെ ആണെങ്കിൽ എന്നോ പണി നിർത്തി പോയിട്ടില്ല. ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല, എത്ര കാലമായി നമ്മൾ പറയുന്നത് എന്ന് പറഞ്ഞ് നിർത്തും. പക്ഷെ നൂഹ് നബി നിർത്തല്ല ചെയ്തത്, പിന്നെയും പറഞ്ഞു. അവസാനം ആ സമൂഹത്തെ അള്ളാഹു നശിപ്പിക്കാൻ മഴ പെയ്തു, പ്രളയമുണ്ടായി. പിന്നെ ആ കപ്പലിൽ കയറുന്നത് ആരാ? നൂഹ് നബിയിൽ വിശ്വസിച്ച ശരിക്കും മുഖലിസ്യങ്ങളായ തൗഹീദുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ അവർക്കാണ് പിന്നെ മക്കളുണ്ടാകുന്നത്, ബാക്കിയുള്ളവരൊക്കെ മരിച്ചു. അവർക്കുണ്ടായ മക്കളിലാണ് പിന്നെ ശിർക്ക് വരുന്നത്. അതുകൊണ്ടാണ് പിന്നെ പ്രവാചകന്മാരെ അയക്കേണ്ടി വന്നത്. എല്ലാ പ്രവാചകന്മാരോടും പറഞ്ഞൊരു കാര്യം എന്താ? വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. നിനക്ക് മുമ്പ് ഒരു പ്രവാചകനെയും നാം അയച്ചിട്ടില്ല, എങ്ങനെയല്ലാതെ അള്ളാഹുവിനോ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ എന്ന ആശയം പറയാതെ, ആ തൗഹീദ് പറയാതെ, അറിയിക്കാതെ ഒരു പ്രവാചകനെയും നിനക്ക് മുമ്പ് ഞാൻ അയച്ചിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയാണ്. നൂഹ് നബിയെ കുറിച്ച് പറഞ്ഞത് എന്താ? വലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി ഇന്നി ലകും നദീറും മുബീൻ അല്ലാ തഅബുദു ഇല്ലല്ലാഹ് ഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ അലീം. നൂഹ് നബി തന്റെ ജനതയോടും ഈ ഗൗരവം തന്നെയാണ് ഓർമ്മപ്പെടുത്തിയത്. ഹൂദ് നബിയോ വഇലാ ആദിൻ അഖാഹും ഹൂദാ, നിങ്ങൾ ആ സഹോദരൻ ഹൂദിനെ നാം അയച്ചു. ഖാല യാ ഖൗം, അദ്ദേഹം ജനങ്ങളെ വിളിച്ചു പറഞ്ഞു, ഉഅ്ബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം. മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, അവനല്ലാതെ നിങ്ങൾക്കൊരാരാധ്യനുമില്ല. അതിനുശേഷം സ്വാലിഹ് അലൈഹിസ്സലാത്തു വസ്സലാം വന്നു. അദ്ദേഹം പറഞ്ഞതെന്താ? വഇലാ സമൂദ അഖാഹും സ്വാലിഹാ ഖാല യാ ഖൗം ഉഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. സ്വാലിഹ് നബിയും പറഞ്ഞത് ഇത് തന്നെയാണ്. പിന്നെ ശുഐബ് അലൈഹിസ്സലാം വന്നു. വഇലാ മദിയന അഖാഹും ശുഐബാ ഖാല യാ ഖൗം ഉഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. എല്ലായിടത്തും പറയുന്നത് എന്താ? ജനങ്ങളെ, നിങ്ങൾ അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണം, അവനല്ലാതെ നിങ്ങൾക്ക് വേറെ ഇലാഹില്ല. ഈ വിവരം ഇങ്ങനെ പറയണ എല്ലാ പ്രവാചകന്മാരും. ശിർക്കിനെ മാത്രമല്ല, ശിർക്ക് വരാനുള്ള സകല സാധ്യതകളെയും പ്രവാചകൻ ഗൗരവമായി കണ്ടിട്ടുണ്ട്. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. സാബിത്ത് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. ഒരു മനുഷ്യൻ ബുവാനത്ത് എന്ന ഒരു സ്ഥലത്ത് ഒരു ഒട്ടകത്തെ അറുക്കാൻ വേണ്ടി നേർച്ചയാക്കി. അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം ചോദിക്കുകയും ചെയ്തു, ഞാൻ ഇന്ന സ്ഥലത്ത് വെച്ചൊരു ഒട്ടകത്തെ അറുക്കാൻ നേർച്ചയാക്കിയിട്ടുണ്ട്, റസൂലേ, അത് അറുത്തൂടെ എന്ന് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് അന്വേഷിച്ചൊരു കാര്യം എന്താ? ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല ഹൽ കാന ഫീഹി വസൻ മിൻ ഔസാനിൽ ജാഹിലിയ്യത്തി യഅബുദ്. നീ പറഞ്ഞ ആ സ്ഥലത്ത് മുൻകാലത്ത് ജാഹിലിയ സമൂഹം അവരുടെ ഏതെങ്കിലും ബിംബങ്ങൾ ഉണ്ടായിരുന്നോ, ആരാധനാമൂർത്തികൾ ഉണ്ടായിരുന്നോ, അതുള്ള സ്ഥലമാണോ? പ്രത്യേകം എടുത്ത് ചോദിക്കുകയാണ്. അപ്പൊ അദ്ദേഹം മറുപടി പറഞ്ഞില്ല, അങ്ങനെയൊന്നും അവിടെ അല്ല എന്ന്. അപ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യം നിർത്തിയില്ല. അടുത്ത ചോദ്യം എന്താ അറിയോ? കാല പറഞ്ഞു, ഫഹൽ കാന ഫീഹാ ഈദുൻ മിൻ അഅയാദിഹിം. അത്തരം ആളുകൾ വല്ല ആഘോഷങ്ങളും നടത്തിയ സ്ഥലങ്ങളായിരുന്നു അത്? അവരുടെ ശിർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വല്ല ആഘോഷ പരിപാടികളും കെങ്കേമമായി നടന്നിരുന്ന പ്രദേശമാണോ അത്? അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞില്ല, അങ്ങനെയുമില്ല, അങ്ങനെയൊന്നും ഒരു ശിർക്കിന്റെ ഒരു ലാഞ്ചനയും അവിടെ ഇല്ല. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഔഫി ബിനദിരിക്,
എന്നാൽ നീ നിന്റെ നേർച്ച പൂർത്തിയായിക്കോ, നീ അറുത്തോ, ഒട്ടകത്തെ അറുത്ത് കൊടുത്തോ. കാരണം എന്താ അറിയോ? അള്ളാഹുവിന്റെ കൽപ്പനക്ക് എതിരായി ഒരാൾ നേർച്ച ചെയ്താൽ അത് പൂർത്തിയാക്കേണ്ട ബാധ്യതയില്ല. അതായത് അങ്ങനെയുള്ള ശിർക്കൊക്കെയുള്ള സ്ഥലത്താണ് കൊണ്ടുപോയി അറുക്കാൻ തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ അത് പൂർത്തിയാക്കാൻ പാടില്ല. അല്ല, അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ലെങ്കിൽ എന്ത് ചെയ്യാം, അത് ചെയ്യുകയും ചെയ്യാം എന്നാണ്. ഒരു യുദ്ധത്തിന് പോവുകയാണ്, ഹുനൈൻ യുദ്ധത്തിന് വേണ്ടി പോവുകയാണ് നബിയും സ്വഹാബത്തും. അപ്പൊ കൂടെയുള്ളവർ പറഞ്ഞു, പ്രവാചകരെ നമുക്ക് ഒരു മരം നിശ്ചയിച്ചു തരണം. അന്ന് മുശ്രിക്കീങ്ങളായ ആളുകളൊക്കെ എന്ത് ചെയ്തിരുന്നു, ഒരു മരത്തുമ്മ അവരുടെ വാളൊന്ന് കൊളുത്തിയിടും. ദാത്തു അൻവാത്ത് എന്നാണ് അതിന്റെ പേര്. അപ്പൊ ആ മരത്തുമ്മ കുറച്ചേരം വാള് കൊളുത്തിട്ടെടുത്താൽ അതിനെന്തോ ഒരു ശക്തി ഉണ്ട് എന്നാണ് അവരുടെ ഒരു വിശ്വാസം. അപ്പൊ അതുപോലെ നമുക്ക് ആ ഒരു മരം വേണ്ട. കൂടുതൽ ആൾക്കാർ പറഞ്ഞാണത് നമുക്ക് അങ്ങനെ അവരെ മരം വേണ്ട, അതേപോലെ വേറൊരു മരങ്ങൾ നിശ്ചയിച്ചു തരുമോ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച ചോദ്യം എന്താ അറിയോ? ഇത് നിങ്ങൾ പണ്ട് മൂസാ നബിനോട് അവരെ ജനത ഒരു ഇലാഹിനെ വേണമെന്ന് പറഞ്ഞില്ല, ഞങ്ങൾക്ക് വേറൊരു ഇലാഹു വേണമെന്ന് പറഞ്ഞില്ല. അതേപോലെ നിങ്ങൾ ഒരു ഇലാഹിനെ ചോദിക്കുക. മൂസാ നബിയോട് അദ്ദേഹത്തിന്റെ സമൂഹം ആവശ്യപ്പെട്ടതുപോലെ നിങ്ങൾ എന്നോട് ഒരു ഇലാഹിനെ ആവശ്യപ്പെടുകയാണോ? നമ്മളെ പുതിയ കാലാണെങ്കിൽ നമ്മൾ എന്താ ന്യായീകരിക്കുക ചെയ്യാം? അത് ദാത്തനുവാദ് ചോദിച്ചിട്ടില്ലല്ലോ, അങ്ങനത്തെ ഒരു മരം ചോദിച്ചിട്ടില്ലല്ലോ, വേറൊന്നല്ലേ ചോദിച്ചിട്ടുള്ളൂ, അതിനെന്താ കുഴപ്പം? ഇതല്ലേ നമ്മൾ ചോദിക്കുക. ഇപ്പത്തെ സമൂഹം അങ്ങനെ ചോദിക്കുക, എങ്ങനെങ്കിലും പൂസനെ മേലെ കിട്ടാൻ മാതിരി ഈ ശിർക്കുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അത് പാടില്ല എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ന്യായം പറഞ്ഞിട്ട് എന്ത് ചെയ്യും, അത് ചെയ്യാന്നുള്ളത് ന്യായീകരിക്കും. പുതിയ സമൂഹം അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ റസൂലുള്ള കർശനമായി ചോദിച്ച ചോദ്യം എന്താ അറിയോ? ഒരു ഇലാഹിനെയാണോ നിങ്ങൾ ചോദിക്കുന്നത്? എന്താ കാര്യം എന്നറിയോ? ഒരു വാൾ അവിടെ കൊളുത്തിയെടുത്താൽ അതിനെന്തോ ഒരു പ്രത്യേക സംഗതി കിട്ടും എന്നുള്ള വിശ്വാസം അഭൗതികമായ മാർഗത്തിലൂടെ ഒരു രക്ഷ ചോദിക്കുന്നതിന്റെ തുല്യമാണ്. അതിന്റെ എങ്ങനെയെന്ന് ചോദിച്ചാൽ എങ്ങനെയൊന്നുമില്ല, കാര്യകാരണ ബന്ധമൊന്നുമില്ല. ആ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി നമ്മളെ സഹായിക്കാൻ കഴിയുന്നത് അള്ളാഹുവിന് മാത്രമാണ് എന്നതാണ് തൗഹീദിന്റെ അടിസ്ഥാനം. അത് മറ്റുള്ളവർക്ക് കഴിയും, പടപ്പുകൾക്ക് കഴിയും, മരിച്ചുപോയവർക്ക് കഴിയും എന്ന് വരുമ്പോഴാണ് അവിടെ ശിർക്ക് വരുന്നത്. അപ്പൊ ആ ശിർക്ക് അരിച്ചു വരും. അതുകൊണ്ടാണ് തൗഹീദ് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കണം എന്ന് വിശ്വാസികളോട് പറയാനുള്ള കാരണം. പഠിച്ചോളൂ, ഇല്ലെങ്കിൽ പുതിയ കാലത്തെ എല്ലാ ശിർക്കും നമ്മൾ ആഘോഷിക്കും, യാതൊരു സംശയമോ കാര്യത്തിൽ വേണ്ട. അതുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് കൃത്യമായി പഠിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രവചിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ആരും സംശയിക്കൊന്നും വേണ്ട. എന്ത്? അതായത് ഈ ശിർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് എന്റെ സമുദായം പോകുന്നു മാത്രമല്ല പറഞ്ഞത്, എങ്ങനെ പോകുന്ന പറഞ്ഞ അറിയാം. എന്റെ സമൂഹത്തിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ എന്ത് ചെയ്യും? മുൻകാലക്കാരുടെ ആ സുന്നത്തിലേക്ക്, ചര്യകളിലേക്ക് ചാണിന് ചാണായും മുഴത്തിന് മുഴമായും, അങ്ങനെ തന്നെ ഇതിന്റെ പ്രയോഗം, പിൻപറ്റുക തന്നെ ചെയ്യും. ചാണിന് ചാണായും മുഴത്തിന് മുഴമായും. ഏതുവരെ? മുൻ സമുദായം ഉടുമ്പിന്റെ മാളത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ എന്റെ സമുദായവും ആ ഉടുമ്പിന്റെ മാളം നോക്കി അതിൽ കയറും. അതിന്റെ അർത്ഥം എന്താ? ഒരു ഉടുമ്പിന്റെ മാളത്തിന് മനുഷ്യന് കയറാൻ കഴിയില്ല, അത്ര ചെറുതായിരിക്കും. പക്ഷെ അതിൽ കയറിയിട്ടുണ്ടെങ്കിൽ അതിൽ കയറാൻ പോലും എന്ത് ചെയ്യും? എന്റെ സമൂഹം ശ്രദ്ധിക്കും, അതിന്റെ പിന്നാലെ വരെ പോകും. അതിനെ വരെ പിൻപറ്റും. യാ റസൂലല്ലാഹ്, ചോദിക്കപ്പെട്ടു അല്ലാഹുവിന്റെ റസൂലേ, അൽ യഹൂദു വന്നസ്വാറ, യഹൂദികളെയും നസ്വാറാക്കളുടെയും ചര്യ പിൻപറ്റുമെന്നാണോ താങ്കൾ അതുകൊണ്ട് ഉദ്ദേശിച്ചത്? ഖാല റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ അപ്പൊ മറുപടി പറഞ്ഞു, ഫമൻ, അല്ലാതെ ആരെയാണ്? എന്താ ചോദ്യം നോക്കി നിങ്ങൾ? അവരെ തന്നെയാണ്, അവരുടെ മാർഗത്തിൽ തന്നെ നിങ്ങൾ പോകും, സംശയിക്കൊന്നും വേണ്ട. ഇപ്പൊ കുറച്ചു കാലമായിട്ട് നമ്മുടെ സമൂഹത്തിൽ രൂപപ്പെട്ട ഒരു സംഭവമാണ് എന്ത്? മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളുടെയും വിശ്വാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും, അതിന്റെ വിശ്വാസം, അതിന്റെ ആചാരം, അതിന്റെ അടയാളം, അതെല്ലാവരും സ്വീകരിക്കുമ്പോൾ മാത്രമേ മതസൗഹാർദ്ദമാകുന്നുള്ളൂ എന്ന്. അതിപ്പോ അടുത്ത കാലത്ത് രൂപപ്പെട്ടതാണ്. അതിന്റെ ആ ബൗണ്ടറി പൊട്ടിച്ചുകൊണ്ടേയിരിക്കുകയാണെന്ന്. അപ്പൊ അവസാനം ഒരു മുസ്ലിയാർ പറഞ്ഞത് എന്താന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തോട് ചോദിച്ചു, എന്ത്, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം നടത്തുന്നുണ്ടല്ലോ, അത് ഇസ്ലാമിൽ ഇല്ല, പക്ഷെ നിങ്ങൾ നടത്തുന്നു, അത് പ്രവാചക സ്നേഹമാണെന്ന് പറയും. എന്നാൽ ഡിസംബർ മാസം വരുമ്പോ ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം ഈസാ നബിയുടെ ജന്മദിനമാണ് അവർ യേശു ക്രിസ്തു എന്ന പേരിൽ അവർ ആഘോഷിക്കുന്നത്. അപ്പൊ അവരതാ ചെയ്യുന്ന സമയത്ത് അതും ഇസ്ലാമിന്റെ പ്രവാചകന്മാരിൽപ്പെട്ടൊരു പ്രവാചകനല്ലേ, അപ്പൊ അതെന്തങ്ങൾ ആഘോഷിക്കാത്തത്, അതെന്തങ്ങൾ ചെയ്യാത്തത്? അപ്പൊ അദ്ദേഹത്തിന് മറുപടി എന്ത് വെച്ച്, അതും ചെയ്യാമല്ലോ എന്നാണ്. അതും ചെയ്യാമല്ലോ, അതിനെന്താ കുഴപ്പം? എന്തായാലും അർത്ഥം
അള്ളാഹു പ്രവാചകന്മാരയച്ചു. അതിലൊരു പ്രവാചകനാണ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം. ആ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് പ്രാർത്ഥിക്കാൻ പാടില്ല, ഈസാ നബി പഠിപ്പിച്ച അള്ളാഹിനോടെ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ വിശ്വാസം, മുസ്ലിമീങ്ങളുടെ വിശ്വാസം. എന്നാൽ ഇവിടെ ക്രൈസ്തവ സമൂഹത്തിന്റെ വിശ്വാസം എന്താ? അത് ദൈവപുത്രനാണ് എന്നാണ്. അള്ളാഹ് പറഞ്ഞത് എന്താ ഖുർആനില്? അള്ളാഹ്ക്ക് കുട്ടിണ്ട് എന്ന് പറഞ്ഞാൽ ഈ ആകാശവും ഭൂമി മുഴുവൻ പൊളിഞ്ഞു പോകുമാറ് അത്രയും വലിയ അക്രമമാണെന്നാണ്. അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. വിശുദ്ധ ഖുർആനിൽ എല്ലാവർക്കും മനപ്പാടുള്ള ചെറിയ സൂറത്ത് ഇഖ്ലാസ്. എന്താ? അള്ളാഹു ഏകനാണ്, അവൻ ജനിച്ചിട്ടില്ല, അവൻ ഒന്നിനെയും ജനിപ്പിച്ചിട്ടുമില്ല, അവന് തുല്യമായി ഒന്നുമില്ല. ഇതല്ലേ വിശ്വാസം എന്ന് പറയുന്നത്? എന്നിട്ട് ദൈവപുത്രനാണ് എന്ന് വിശ്വസിക്കുകയും ആ ദൈവപുത്രന്റെ ജന്മദിനം എന്ന് പറഞ്ഞത് ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ അതും ചെയ്യാം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് വരുമ്പോൾ എന്നിട്ടും പറയും ഞങ്ങളിപ്പോ ഒരു കുഴപ്പം സംഭവിച്ചിട്ടില്ല. എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ഒരു കൗമിനോട്, ഒരു സമൂഹത്തോട് നമ്മൾ സാദൃശ്യരായാൽ, അവരോട് താദാത്മ്യപ്പെട്ടാൽ, അവർ ചെയ്യുന്നതൊക്കെ ചെയ്താൽ നിങ്ങൾ അവരിൽപ്പെട്ടവരായി എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ നമ്മളൊരു കപട സ്നേഹം ആരോടും കാണിക്കാൻ പാടില്ല. എന്താ കപട സ്നേഹം? ഞങ്ങളിൽ നിന്ന് മനസ്സിലെടുക്കാതെ നിങ്ങളൊപ്പം ഇങ്ങനെ കൂടിത്തരുന്നു, അങ്ങനെയല്ലല്ലോ നമ്മൾ വേണ്ടത്. നമുക്ക് ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസം, ആദർശം അനുസരിച്ച് ജീവിക്കുക, മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറുകയും ചെയ്യുക, അത് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുക. ഇതാണ് ശരി. ഈ ശരിക്കപ്പുറത്ത് എന്ത് ന്യായീകരണം വലിച്ചു നീട്ടിയാലും അവസാനം ചെല്ലുകൂടതായിരിക്കും. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതായത് പണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ആഘോഷം, ഇപ്പോഴത്തെ ആഘോഷം, അതിപ്പോ മറ്റു സമുദായം എന്തൊക്കെ ചെയ്യുന്നോ ആ സമയത്ത് അലങ്കരിച്ച ബൾബുകൾ തൂക്കൽ, അത് പള്ളികൾ മുഴുവനും അത് അലങ്കരിക്കാൻ തുടങ്ങി. ഇപ്പൊ കഴിഞ്ഞ 1-2 വർഷമായിട്ട് വീടുകളിലേക്ക് അലങ്കാരം വന്നു. ഇപ്പോ ഈ സമയമായി കഴിഞ്ഞാൽ സ്റ്റാറുകൾ പോലും, ക്രിസ്മസ് സ്റ്റാറുകൾ പോലും മുസ്ലിം വീടുകൾക്ക് മുമ്പിൽ തൂങ്ങുന്ന സാഹചര്യത്തിലേക്ക് വരും. ഇനി ഇത് ആരാ കുറ്റക്കാരാകാൻ പോകുന്നത്? ഇത് തെറ്റാണെന്ന് പറയുന്നവനാണ് കുറ്റക്കാരാകാൻ പോകുന്നത്. ഇത് പാടില്ല എന്ന് പറയുന്നവനാണ് കുഴപ്പക്കാരനാകാൻ പോകുന്നത്. അവനാണ് മതം അറിയാത്തവനാകുന്നത്, അവനാണ് ബഹുസ്വരത അറിയാത്തവനാകാൻ പോകുന്നത്. ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ പ്രൊട്ടക്ഷൻ നൽകുന്ന ഒരു സംഗതിയാണ്. അതോടൊപ്പം ബഹുസ്വരത കാത്തു സൂക്ഷിക്കണം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് മതക്കാരാണെങ്കിലും മാനുഷികമായ ബന്ധങ്ങൾ വെച്ച് പുലർത്തണം. അപ്പൊ നമ്മൾ നടന്നു പോകുമ്പോൾ ഒരാൾ അവിടെ ആക്സിഡന്റ് ആയി കിടക്കുന്നുണ്ട്, രക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അവന്റെ ID കാർഡ് എടുത്ത് പരിശോധിച്ച് ഇവരെ ഏതാ ജാതി ഏതാ മതം നോക്കിയിട്ടല്ല അവൻ ആശുപത്രി കൊണ്ടുപോകേണ്ടത്. ഒരു പച്ച മനുഷ്യനാണ്, അവനെ വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളത് ഈ നമ്മളെ പിന്നെ നിർബന്ധമായ കടമയാണ്. ഒരാളൊരു സാമ്പത്തികമായ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ അവന്റെ മതം നോക്കിയിട്ടല്ല അവനെ സഹായിക്കേണ്ടത്, അവനെ നമ്മൾ സഹായിച്ചിരിക്കണം. അങ്ങനെ ഇവിടെ മനുഷ്യന്മാരെന്ന നിലക്ക്, ഇവിടെ രാജ്യം എന്ന നിലക്ക് ഒറ്റക്കെട്ടായി നമ്മൾ നിൽക്കണം. നമുക്കറിയാം, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്ത് വന്നു, അവിടെ ജൂതന്മാരുമായി കരാറുണ്ടാക്കി. എന്താ കരാറ്? മദീനയെ പുറത്തുനിന്ന് ആരെങ്കിലും ആക്രമിച്ചാൽ നമ്മൾ 2 കൂട്ടരും ഒന്നിച്ചു നിൽക്കും, അവിടെ ഒരു വ്യത്യാസം നമുക്കില്ല. എന്നാൽ മതത്തിന്റെ കാര്യം വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ മതം, എനിക്ക് എന്റെ മതം. എത്ര കൃത്യമാണ് നിലപാട് നോക്കുന്നത്. റസൂലുള്ളാഹി വഫാത്താകുന്ന സമയത്ത് പടയങ്കി പണയത്തിലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു റസൂലുള്ള പടയങ്കി പണയം വെച്ചിട്ടാണ് എന്ത് മരിക്കണ സമയം. എന്തേ കാര്യം? അത്രക്ക് ദാരിദ്ര്യം. ആർക്കാ പണയം വെച്ചത്? ഒരു മുസ്ലിമിന്റെ അടുത്തല്ല കൊണ്ടുപോയി പണയം വെച്ചത്, ഒരു ജൂതന്റെ അടുത്താണ് പണയം വെച്ചത്. എന്തേ? റസൂലുള്ളാഹിക്ക് ഒരു സഹാബിനോട് ചോദിച്ചാൽ കാശ് കിട്ടൂലേ? പക്ഷെ റസൂലുള്ളാഹി അവരുമായി നല്ല സാമ്പത്തിക ബന്ധം ഉണ്ടായിരുന്നു, കൊള്ള കൊടുക്കുകൾ ഉണ്ടായിരുന്നു, അവരിന്ന് ഭക്ഷണം കഴിച്ചിരുന്നു. പ്രവാചകന് മരിക്കുന്ന സമയത്ത് വല്ലാത്ത വേദന. അത് ഏതാ വേദന? ഒരു ജൂതന്റെ വീട്ടിൽ നിന്ന് അവിടുന്ന് ജൂതൻ വിഷം കലർത്തിക്കൊണ്ട് മാംസം കൊടുത്തു റസൂലുള്ളാഹിക്ക്. ആ ഭക്ഷണം അന്ന് കഴിച്ചതിന്റെ വേദന മരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹിക്കുണ്ട്. കൂടെയുള്ള ഒരാളുണ്ടായിരുന്നു, അദ്ദേഹം അവിടെ വെച്ച് മരിച്ചു. എന്നിട്ടും റസൂലുള്ളാഹി പറഞ്ഞില്ല എന്ത്? ഇനി നിങ്ങൾ ജൂതന്മാരെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ അവരെ ഭക്ഷണം നമുക്ക് കഴിക്കാം, അവരുടെ കാര്യങ്ങളിൽ ഇടപെടാം, അവരുടെ ആ വിവാഹത്തിൽ പങ്കെടുക്കാം, എല്ലാം ചെയ്യാം. പക്ഷേ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യേണ്ടതുള്ളൂ? ആ വിട്ടു നിൽക്കേണ്ടതുള്ളൂ.
പക്ഷെ അതുവരെ ഇന്ന് കൂട്ടിക്കുഴച്ച് എല്ലാം ചെയ്താലേ ഇന്നൊരു മതേതര മുസ്ലിം ആവുള്ളൂ എന്ന ഒരു കാപട്യത്തിന്റെ മുഖം ഇന്ന് അണിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് എത്ര നേരത്തെ തിരുത്തുന്നുവോ, എത്ര നേരത്തെ യൂട്ടേൺ എടുക്കുന്നുവോ, അത്രയും നേരത്തെ നമുക്ക് വിശ്വാസം കാത്തു സൂക്ഷിക്കാം. ഇല്ലെങ്കിൽ ഇനി നാളെ മറ്റന്നാൾ ഈ തൗഹീദൊന്നും പറയാൻ പറ്റാത്ത ഒരു വല്ലാത്ത ഒരു അവസ്ഥയായിരിക്കും നമ്മുടെ നാട്ടിൽ സംജാതമാവുക. അങ്ങനെയുള്ള ഒരു ദുരന്തത്തിൽ നിന്ന് അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. തൗഹീദോടുകൂടി ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖികളിൽ മുഅ്മിനുകളിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസികൾ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രബോധകന്മാരോടുള്ള പ്രഥമമായ കൽപ്പനയും ഈ തൗഹീദ് പറയണം എന്നത് തന്നെയാണ്. മുആദ് റളിയല്ലാഹു അൻഹുവിനോട് യമനിലേക്ക് അയച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞത് എന്താ? ഫൽയകുൻ അവ്വലു മാ തദ്ഉഹും ഇലൈഹി ഷഹാദത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നീ യമനിൽ പോയിട്ട് ആദ്യം പറയേണ്ടത് ഈ തൗഹീദിനെ കുറിച്ചാണ്. എന്നിട്ടാണ് നിസ്കാരം, നോമ്പ്, സക്കാത്തും കാര്യങ്ങളൊക്കെ പറയാം. കാരണം അതൊക്കെ സ്വീകരിക്കണമെങ്കിൽ തൗഹീദ് സ്വീകരിക്കണം, അതില്ലെങ്കിൽ വേറൊന്നും സ്വീകരിക്കണം. അതുകൊണ്ട് പ്രബോധകന്മാരുടെ മുൻഗണനാക്രമത്തിലും ഇതാണ് ഒന്നാമത്തത്. അത് പറയുന്നതിൽ അങ്ങേയറ്റം നസീഹത്തുണ്ടാകണം, ഗുണകാംക്ഷ ഉണ്ടാകണം. ആ കേൾക്കുന്ന വ്യക്തികൾക്ക് അവരെ ഗുണത്തിന് വേണ്ടിയാണിത് പറയുന്നത് എന്ന് വേണം. അവരാക്ഷേപിക്കുകയോ ചീത്ത പറയുകയോ ദുരാരോപണം ഉന്നയിക്കുകയോ ചെയ്തുകൊണ്ടല്ല തൗഹീദിന്റെ പ്രഭാഷണം നിർവഹിക്കേണ്ടത്. മറിച്ച് അവരുടെ നന്മക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത് എന്ന് തികഞ്ഞ നസീഹത്തോടു കൂടിയായിരിക്കണം ഇത് അവതരിപ്പിക്കേണ്ടത്. അതാണ് പ്രവാചകന്മാരൊക്കെ പറഞ്ഞു. നിങ്ങളിൽ ഒരു കാശും ഞങ്ങൾക്ക് വേണ്ട, നിങ്ങൾ ആ ഭൗതിക ആനുകൂല്യമൊന്നും വേണ്ട, നിങ്ങൾ ഈ സത്യം മനസ്സിലാക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് പ്രവാചകന്മാരൊക്കെ ദഅവത്ത് നടത്തിയിട്ടുള്ളത്. എന്നാൽ എത്ര നസീഹത്തോടു കൂടി ഈ കാര്യം പറഞ്ഞാലും ജനം വളരെ ശക്തമായി പ്രതികരിക്കും. അതൊരു ചരിത്രം അങ്ങനെയാണ്. കാരണം ഏറ്റവും നസീഹത്തോടു കൂടി സംസാരിക്കാൻ കഴിയുന്ന ആളാരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിന്റെ അത്ര മാന്യമായി സംസാരിക്കാൻ നമ്മളെ കൊണ്ടൊന്നും കഴിയില്ല. അത്ര മാന്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം പറഞ്ഞപ്പോ എന്താ പ്രതികരിച്ചതെന്നറിയാം? കാല അബൂലഹബ് പറഞ്ഞെന്താ? തബ്ബല്ലക്, നശിക്കട്ടെ. അൽ അമീൻ എന്നായിരുന്നു പ്രവാചകന്റെ അതുവരെയുള്ള പേര്. സത്യസന്ധൻ. ആരുടെ പേരാ? എല്ലാവരും കൊടുത്ത പേരാണ്. ഒരു കളവ് പറയാത്ത സത്യസന്ധനാണ് മുഹമ്മദ്. ഒരു പരാതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറ്റില്ല. പക്ഷെ ഈ തൗഹീദാണ് പറഞ്ഞപ്പോ എന്ത് പറഞ്ഞു? തബ്ബല്ലക്, നീ നശിക്കട്ടെ. അലിഹാദ ജമാഅതന, ഞങ്ങൾ ഇവിടെ നല്ലൊരു സംഘമായിട്ട് ഇങ്ങനെ പോവുകയും ഞങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വന്നതാ, കുഴപ്പമുണ്ടാക്കാൻ വന്നതാ, പ്രശ്നം ഉണ്ടാക്കാൻ വന്നതാ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വരെ ചോദിച്ചത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അത് നബിക്ക് സംസാരിക്കാൻ അറിയാത്തതുകൊണ്ടല്ല, നസീഹത്തില്ലാത്തതുകൊണ്ടല്ല. ഈ കാര്യം സമൂഹത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില ആളുകൾക്ക് പൊള്ളും. സംശയിക്കൊന്നും വേണ്ട. അത് വിചാരിച്ച് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടല്ലേ ബദറുണ്ടായത്, അതുകൊണ്ടല്ലേ ഉഹുദുണ്ടായത്. എന്തൊക്കെ ഉണ്ടാകാൻ കാരണം ഇത് പറഞ്ഞതിന്റെ പേരിലാണ്. അല്ലെങ്കിൽ ഇത് പറയാതെ മതി. അപ്പൊ ഇസ്ലാമിന്റെ ചരിത്രം, അതിലെ ത്യാഗങ്ങളും ഒക്കെ ഉണ്ടാകാൻ കാരണം തൗഹീദ് പറഞ്ഞതുകൊണ്ട് തന്നെയാണ്. അത് പറയാതെന്ന ഒരു പ്രശ്നമുണ്ടാകും. അപ്പൊ അത് പറയലാണ് പ്രവാചകന്മാരുടെ ഡ്യൂട്ടി. ആ ഡ്യൂട്ടിയാണ് നമ്മൾ ഇനി ഖിയാമത്ത് നാൾ വരെ നമുക്ക് നിർവഹിക്കാനുള്ളത് എന്ന കാര്യം കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഇതൊക്കെ ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടാണ് ഇത് സംസാരിക്കുമ്പോൾ തന്നെ അവരുടെ ധാരണ എന്താ? ഞങ്ങളെ മഹാന്മാരെ കുറ്റം പറയണം, കുഴപ്പമുണ്ടാക്കണമെന്ന്. പക്ഷെ വസ്തുത അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അവർ തന്നെ തിരിച്ചു ചിന്തിക്കും. എനിക്ക് തന്നെ ഒരു അനുഭവമുള്ളത് എനിക്കാണ്. ഒരു പ്രോഗ്രാമിന് വേണ്ടി ഞങ്ങൾ പോകുന്ന സമയത്ത് അവിടെ സാഹചര്യം ഇങ്ങനെ പറയുമ്പോൾ വണ്ടിയിലുള്ള ഒരാൾ പറയാം, അവിടെ ആദ്യമായി പ്രോഗ്രാം വെച്ച അന്ന് അവിടെ ശക്തമായ ഏറുണ്ടായി, എറിഞ്ഞുടച്ചു. ആ ട്യൂബും ലൈറ്റും ഒക്കെ എറിഞ്ഞുടച്ചു. അതിൽ ആ ട്യൂബ് എറിഞ്ഞുടക്കാൻ മുന്നിൽ നിന്ന ആൾ ഞാനായിരുന്നു. അന്ന് എറിഞ്ഞുടക്കാൻ മുന്നിൽ നിന്ന ആള് ഇന്ന് ട്യൂബ് കെട്ടുന്ന ആളായി മാറി, മൈക്ക് സെറ്റ് കൊണ്ടുപോയി വെക്കുന്ന ആളായി മാറി, പ്രഭാഷകനെ വിളിച്ച് വണ്ടി കൊണ്ടുപോയ ആളായി മാറി. എന്തേ കാര്യം? അയാൾക്ക് ആ കാര്യം മനസ്സിലായി. അപ്പൊ ആളുകൾ അറിവില്ലാത്തതിന്റെ ശത്രുവാണ്. കാര്യം മനസ്സിലായാൽ അവരെന്ത് ചെയ്യും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ വേണ്ടി ഊരിയ ആ വാള് പിന്നീട് അത് ഉള്ളിലേക്ക് വെക്കുന്നതും എടുക്കുന്നതും ഇസ്ലാമിനെ സംരക്ഷിക്കാൻ പറ്റും. അതല്ലേ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം? അതാണ് ഇസ്ലാമിന്റെ ചരിത്രം. വസ്തുതകൾ മനുഷ്യന്മാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ അവർ ഇതിന്റെ സംരക്ഷകരായി മാറും, ശിക്ഷകർ രക്ഷകരായി മാറും. ഇതാണ് ഇസ്ലാമിന്റെ ചരിത്രം. അതുകൊണ്ട് എന്തു പ്രയാസങ്ങളുണ്ടെങ്കിലും
ഈ സത്യത്തോടൊപ്പം നിൽക്കുകയും അത് പ്രബോധനം ചെയ്യുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം. അതിന് അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു നമുക്ക് വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുന്നതാണ്. നമ്മുടെ കൂട്ടത്തിൽ വിഷമം അനുഭവിക്കുന്ന എല്ലാവർക്കും അല്ലാഹു ആശ്വാസം പ്രദാനം ചെയ്യുമാറാകട്ടെ.